കാലം ഒളിച്ചും കൊണ്ട് നടക്കാൻ പറ്റേ? ആളുകളാണെങ്കിലും ഉള്ളതേക്കാൾ കൂടുതൽ പറയാൻ തുടങ്ങി. ഇനിയും കൂടെ നമ്മൾ വേഗം നടത്തിക്കൂടെ മാഷേ? നടത്തണം. അമ്മയുടെ അനുഗ്രഹം വാങ്ങണം എനിക്ക്, അത്രേ വേണ്ടു. അമ്മയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമാവും. അതൊക്കെ ഞാൻ പറയുന്ന രീതി പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. എങ്ങനെയായാലും കൊള്ളാം. ഇനി താമസിപ്പിക്കാതിരുന്നാ മതി. ആ അപ്പുണ്ണിയാണെങ്കിൽ മഹാദേശിക്കാരനാണ്. അപ്പുണ്ണി എല്ലാം പറഞ്ഞോ? അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ അവൻ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അവൻ തന്നിട്ടുള്ളൂ. ഞാൻ അരി ഉണ്ടോന്ന് നോക്കട്ടെ. ഞാൻ അമ്മയോട് ഓർമ്മ പറയാൻ പോവാ. അമ്മയുടെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടാവോ? അറിയില്ല. അമ്മന്റെ സമ്മതം നേരെ? കല്യാണമേ ഞാൻ പോവാ. ആ ഒരു ദിവസം മുമ്പ് നീ അവളെ കെട്ടതാണ് നല്ലത്. ഞാൻ എപ്പോ കെട്ടിയത് നിങ്ങൾക്കെന്താ? എനിക്കൊന്നുമില്ല, ഞാൻ ഉള്ളത് പറഞ്ഞതാ. ഇക്കാലത്ത് നല്ലത് പറഞ്ഞാലും കുറ്റാണല്ലോ. കല്യാണം വേഗം നടത്തിയില്ലെങ്കിലേ അവളെ ആണുങ്ങൾ കൊണ്ടുപോകും. ആരും കൊണ്ടുപോകില്ല എന്നാ ഇനി തുറന്നു പറഞ്ഞേരാ. ആ മേനോമാഷ് കൊണ്ടുപോകും അവളെ. അങ്ങനെയല്ല, നീ എന്തിനാണ് എന്നോട് ചാടി കളിക്കുന്നത്? നാട് മുഴുവൻ പാട്ടാ ഇത്. ഇനിയൊക്കെ എന്റെ ഇഷ്ടം. ആ ഇത് പേപ്പറ അതിന്റെ കാശ്. വരേറിയരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്കു ആൽമേൽ കൊന്നേൽ ശൗര്യമാകുന്നു. വയറതിന് കരുതി വസനേനവാൾ വേഷ്ടിച്ചു വഞ്ഞുകൊളുത്ത് പുരത്തിനെല്ലാടവും രജനി രജനി ജരപരിവൃതം. നീ എന്താത്ര നേരത്തെ ഉണ്ണാറാവുന്നതല്ലേ ഉള്ളൂ? എന്നാ എന്റെ കല്യാണം? എന്താ പെട്ടെന്നിങ്ങനെ ഒക്കെ തീർക്കപ്പെടുന്നതല്ലേ? പിന്നെന്താ താമസം? താമസമൊന്നുമല്ല, ഞാനൊരാളോട് ഒത്തിരി കാശ് ചോദിച്ചിട്ട് അതൊന്ന് കിട്ടട്ടെ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എന്താ എത്തും ചോദിക്കാനുള്ളത്? രജനി രജനി വിടർത്ത് വാദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനെന്നിങ്ങനെ നീക്കില ദിശി വരിക കേൾക്കുവാറു. ഇനിയിപ്പോ ഊണഴിച്ച് പോയാ പോരാ. നീക്കില ദിശി പരരുക കേൾക്കുമാർ ഉച്ചത്തിൽ നീടെ വിളിച്ചു പറഞ്ഞുണർത്തു കേൾക്കുന്ന കഥകൻ ഇവനറിയൻ കൂട്ടത്തിൽ നിന്ന് നീക്കിയിടും കവികുലം. എന്താടാ? അമ്മ പേരാറ്റി വീട്ടിൽ അയ്യപ്പൻ പടനായരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആര്? പേരാറ്റി പടവീട്ടിൽ അയ്യപ്പനാരെ കുറിച്ച്. പേരാറ്റുകാരെ പറ്റി കേട്ടിട്ടുണ്ട്. തറവാട് കുട്ടിച്ചോറാക്കി നാട് വിട്ടോടിപ്പോയവരല്ലേ? ആ തറവാട്ടിലെ ഒരു അയ്യപ്പനാരെ ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിലെടുത്താ. സ്വന്തമായിട്ടൊരു ചായക്കട ഉണ്ടായത്. അതിന് അയാൾക്കൊരു മകളേ ഉള്ളൂ. കണ്ടാ നല്ല കുട്ടിയാ. അങ്ങനെ എത്ര നല്ല പെൺകുട്ടികളുണ്ട്? എനിക്ക് അവളെ കല്യാണം കഴിക്കണം. ഒന്നുകൂടെ പറ. എനിക്ക് അവളെ കല്യാണം കഴിക്കണം. നാളെ ചെമ്മരപൂട്ട തറവാട്ടിലേക്ക് ഒരു ചായക്കടക്കാരന്റെ മോളെ കല്യാണം കഴിച്ചുകൊണ്ട് വരാനോ? കൊള്ളാനല്ലേ ഞാൻ? അമ്മയുടെ ചാരമൊന്നും വേണ്ട, ഒരാൾക്ക് അവര് സ്ഥാനികളായിരുന്നു. എടാ, എന്റെ മുഖത്ത് നോക്കിയത് പറയാൻ നിനക്ക് എങ്ങനെ കഴിയുമല്ലോ? നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിന്നെ വളർത്തി ഈ നിലയിലാക്കിയത് ഞാനാ. അല്ല കാര്യം. എന്നാൽ ഞാൻ പറയുന്നതിനപ്പുറം നീ പ്രവർത്തിക്കരുത്. അമ്മനെ ഒരിക്കൽ കണ്ടാലേ അമ്മയുടെ ഈ ദുരഭിമാനം ഒക്കെ മാറും. അവനും അവന്റെ ഒരു അമ്മു അവരെങ്ങാനും ഈ ആലോചനയായിട്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ അവളെ കല്യാണം കഴിക്കും. എന്നാൽ കല്യാണത്തിൽ നിന്ന് പന്തൽ വന്ന്
മുഹൂർത്ത സമയത്ത് കെട്ടി തൂങ്ങിച്ചവഞ്ഞ. തന്ത്രപരമായി നമുക്ക് അല്പം തെറ്റിയെന്ന് തോന്നുന്നല്ലേ? എങ്ങനെ? മധ്യസ്ഥനായി ഞാൻ നിങ്ങളുടെ വരണ്ടായിരുന്നു. അതിനൊന്നും കാര്യമില്ല മാഷേ. അമ്മയ്ക്ക് വല്ലാത്ത പിടിവാശിയാണ്. ഒന്ന് പറഞ്ഞല്ല, പിന്നെ ചത്താലും അതിന് മാറില്ല. ഇനി എന്ത് ചെയ്യും? കാര്യം അയ്യപ്പന്മാരോട് തുറന്നു പറഞ്ഞാലോ? എന്നാൽ അതാ നല്ലത്. പക്ഷെ കുറുപ്പാശയുടെ വേണം. അയ്യോ, അതല്ല മേലെ. ഇത്തരം കാര്യങ്ങൾ നേരിട്ടാവുന്ന ഭംഗി. അയ്യപ്പൻ നായരോട് ധൈര്യമായിട്ട് ഇരുത്തക്കട പറയാ. നോക്കാനും എന്താ ഉണ്ടാവുമെന്ന്. നടന്നാൽ നല്ല ബന്ധമാണ്. മേനോട് അമ്മയോട് ചോദിച്ചോ? ചോദിക്കാതിരിക്കുകയാണ് നല്ലത്. അത് പാടില്ല. അമ്മയ്ക്ക് ഒറ്റ മകനല്ലേ മേനോൻ? അമ്മയ്ക്ക് സമ്മതമല്ല. എന്താ സമ്മതമല്ലാതാവാൻ? അവരൊക്കെ പഴയ പ്രതാപം പറഞ്ഞിരിക്കുന്ന കൂട്ടരാ. ചെമ്മല പുതുശ്ശേരിക്കാര് പേരാറ്റുപട വീട്ടുകാരേക്കാൾ ആദ്യമാണെന്നായിരിക്കും അമ്മയുടെ വിചാരം അല്ലേ? കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ ശരിയാകുന്നേ. അത്ര വില വെച്ചിട്ടൊന്നും വേണ്ട. കത്തിൽ നിന്നിരുന്ന കൂട്ടത്തിലാണ് ഞങ്ങളുടെ നിലപാടും. അയ്യോ, അതിത്ര പറയാനുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? മേനോനറിയാമായിരിക്കും. പക്ഷെ മേനോൻ നമ്മൾക്കറിയില്ല. പറഞ്ഞില്ലേ അമ്മയോട്? അതിനെ കേൾക്കാൻ ക്ഷമാനിച്ചിട്ട് വേണ്ടേ? അവളിവിടെ കെട്ടിക്കിടക്കൊന്നുമല്ല. ഞാനൊന്ന് മൂന്നാം കത്തിരിക്കാം ഓരോരുത്തര്. ശോഭിക്കായിരിക്കൂ. ഞാൻ പിന്നെ വരാം. നമുക്ക് കാര്യങ്ങളെല്ലാം ഭംഗിയായി സംസാരിച്ചു തീർക്കാം. ഞാൻ മറ്റേ ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ തള്ളയ്ക്ക് നമ്മുടെ പാരമ്പര്യം എന്താണെന്ന് മനസ്സിലായി കാണില്ല. അതിനെന്താ ഒരു വഴി? ആ വഴിയുണ്ട്. ആരുമില്ലേ ഇവിടെ? ഈ വാതിലും ജനലുമെല്ലാം തുറന്നിട്ട് അകത്ത് കയറി ഇരിക്കുകയാണോ? പണ്ടത്തെ കാലമൊന്നുമല്ല. ആരാ? കേട്ട് കാണും. പേരാറ്റ് പടവീട്ടിൽ അയ്യപ്പൻ നായർ. ഓ, ആ ചായക്കടക്കാരൻ താനാണോ? എന്തേ തോന്നത്? മകൻ പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ കണ്ട ചായപ്പീടിയക്കാരന്റെ മകളെ എന്റെ മരുമകളായി ഈ വീട്ടിൽ കയറ്റാൻ പറ്റൂല. അത് പറയാനായിട്ട് ഇങ്ങോട്ട് വരണമെന്നില്ല. സാമൂതിരിയുടെ പടനായന്മാരായിരുന്നു എന്റെ പൂർവികർ. ചെമ്മരപൂടശ്ശേരിക്കാരുടെ പടി ചവിട്ടാൻ അവർക്ക് യോഗ്യതയില്ല. കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കുന്നതല്ലേ ഭംഗി? ഇത്രയും കാലം പഠിക്കാത്ത മര്യാദ താൻ ഇനി പഠിപ്പിക്കണ്ട. അപ്പോ നിങ്ങൾക്ക് ഈ ബന്ധം സമ്മതമല്ല എന്നാണോ? അത് ഇനിയും പറയണോ? പണത്തിന്റെ കാര്യത്തിൽ എനിക്ക് അല്പം കുറവുള്ളൂ. ഉപ്പ് വിറ്റാൽ മുഷിന് വിൽക്കുന്നവനല്ല അയ്യപ്പൻ നായർ. എന്നാ താമസിപ്പിക്കണ്ട, ഇറങ്ങിയാട്ടെ. ഇനി ഇറങ്ങാൻ തിന്നാളുടെ സ്വഭാവം എനിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഇഷ്ടപ്രകാരമല്ലാതെ ഈ വീട്ടിനകത്ത് യാതൊന്നും സംഭവിക്കില്ല. എന്റെ കാലം കഴിഞ്ഞിട്ട് ഏത് ചായക്കടയിലും സമ്മതം ചെയ്തോട്ടെ. എന്നാ നിങ്ങൾ ജീവനോട് ഉറപ്പട്ടല്ലേ ഈ സമ്മതം ഞാൻ നടത്തും. ഓ, പെണ്ണിനെയും ചെറുക്കനെ അനുഗ്രഹിക്കാനേ മുഹൂർത്തത്തിൽ ഞാൻ അവിടെ കാണും. കാണാം.
എന്തായി? ഞാനും എന്നെ സമ്മതിച്ചോ? ഈ കല്യാണം എത്രയും വേഗം നടത്തിയാൽ നമുക്ക് നമ്മുടെ മാനം കാക്കാം. അപ്പൊ സമ്മതിച്ചില്ലേ? സമ്മതിക്കണം. ആ തള്ള ജീവനോട് ഇരിക്കുമ്പോ അവളുടെ മകനെ കൊണ്ട് ചായപ്പിടിക്കാരന്റെ മോളെ കല്യാണം കഴിപ്പിക്കില്ലാത്രേ. എന്ത് പറഞ്ഞു? നടക്കട്ടെ, ഞാനും പറഞ്ഞു. അച്ഛനായി നാളെ നേരെ എടുക്കുന്നത് വാക്ക് കൊടുക്കാൻ പോവാ. അറിയാമോ ആരാ ജയിക്കാന്ന്? അപ്പന്നേ, നീ ഇങ്ങനെ മോന്തം വീർപ്പിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണ്? നിന്നോട് കല്യാണം കഴിക്കുക നമ്മ എത്ര കാലമായി പറയണത്? നീ കേട്ടാ? അതൊക്കെ പോട്ടെ, നീ ഒരു ചായ പാടി. ചായ ഇല്ല. ചായ ഇല്ലേ? ഇല്ലാഞ്ഞിട്ടാ തരാഞ്ഞിട്ടാ? തരാണ്ടാന്ന് കൂട്ടിക്കോ. അല്ല പൊന്നേ, അമ്മാവനോടുള്ള വിരോധം നീ നമ്മളോട് കാണിക്കണം എന്തിനാണ്? വേണ്ട, നീ ചായ വേണ്ട, നമ്മ കുടിക്കണമില്ല. ആ ചെല്ലി ഓ നിങ്ങളെയും കാത്തി ഇരിക്കുകയാണ്. എന്താ അപ്പുണ്ണി നിനക്കൊരു വ്യസനം? എന്ത് പറ്റിയതാ നിനക്ക്? നിങ്ങളെ പറ്റിച്ചില്ലേ? ഞാനോ? ആ, അമ്മൂനെ നില കൊടുക്കാൻ പറ്റില്ലേ? അയ്യോ, അതിനെന്താ? എടാ, അമ്മ പോയാലും നീ എന്റെ മരുമോനെല്ലാം ഉണ്ടാവുമോ? നിനക്ക് നല്ല പഴു പോകുന്നൊരു പെണ്ണിനെ അമ്മാവ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി അവളാ എന്റെ മോള്. എനിക്ക് പെണ്ണ് കെട്ടണ്ട. പിന്നെ തറവാട് പൊളിച്ചു വെച്ചാൽ ഓണർ കിട്ടിയാൽ മതി. എന്തിനാണാവോ? ഞാൻ വല്ല തമിഴ് രാജ്യത്തും പോയി ജീവിച്ചോളാം. എടാ പൊട്ട, പൊട്ടാന്ന് വിളിച്ചാണ്ടല്ലോ. അമ്മാമയാണോ നോക്കുന്നു ഞാൻ. രണ്ടു ദിവസം എനിക്കെന്റെ വീട് കിട്ടണം. അല്ലെങ്കിലാ